മുഖ്യമന്ത്രി തീരുമാനം വന്നോട്ടെ. എന്തിനാ ഇപ്പൊ നിൽക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പറയേണ്ട സമയത്ത് പറയും, തീരുമാനിക്കേണ്ട സമയത്ത് തീരുമാനിച്ചു പറയും. ഇത്രേ കാര്യമുള്ളൂ. അതിന് ഒരു തർക്കത്തിന്റെ പ്രശ്നമില്ല. നിങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലുള്ള ഒരു തർക്കത്തിന്റെയും പ്രശ്നം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇല്ല. ഓരിപ്പോ സമയമാകുമ്പോൾ തീരുമാനിച്ചാൽ മതി. ഞാൻ കാര്യം പറയണ്ടല്ലോ, പറഞ്ഞില്ലല്ലോ. പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു പറയും ആരാണ് പ്രതിപക്ഷ നേതാവ്. CPM ആണ് അത് തീരുമാനിക്കേണ്ടത്. CPM അത് തീരുമാനിച്ചു പറയും. അത്രേ കാര്യമുള്ള അതിന്റെ കാര്യത്തിൽ. അത് എപ്പോ പറയും, ഏത് സമയം പറയും എന്നുള്ളതിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. അത് നിങ്ങൾ ചോദിച്ചതിനുള്ള ഒരു മറുപടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. മുന്നണിയിൽ ആലോചിക്കാത്ത കാര്യം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ല, മുന്നണിക്കകത്തൊരാലോചന ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല. മുന്നണിയിലല്ല യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. തീരുമാനിച്ച പിന്നെ മുന്നണിക്കകത്ത് ഞങ്ങൾ അഭിപ്രായം ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. CPM ആണോ തീരുമാനിക്കുന്നത്, നമ്മളെ പാർലമെന്ററി വ്യവസ്ഥക്കനുസരിച്ച്. എന്തിന് ധൃതി പിടിക്കുന്നത്? ധൃതി പിടിക്കാൻ അവരോട് ചോദിക്കും മുഖ്യമന്ത്രി എപ്പോൾ വരുമെന്ന്. മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ച പോലെ. ഈ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ ഗവൺമെന്റ് അല്ലേ വേണ്ടത്. ആദ്യം ഗവൺമെന്റ് അല്ലേ വേണ്ടത്. ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയുടെ പ്രശ്നം മാത്രമല്ല, മന്ത്രിമാരും വരണ്ടേ? മന്ത്രിമാരും വരണല്ലോ. ഇവിടെ ഇപ്പൊ ഓരോ വകുപ്പിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അതിനൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലേ? അത് കേരളത്തിൽ നടക്കുകയല്ലേ തെറ്റായ രീതി. അതിനെക്കുറിച്ചല്ലേ വിമർശിക്കേണ്ടത്.